അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് നമ്മളൊരു ചലഞ്ച് ആയിട്ട് വന്നേക്കണത്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതാണ് മോമോസ് ഈറ്റിംഗ് ചലഞ്ച്. അപ്പൊ എന്റെ കയ്യിൽ 15 മൊമോസ് ഉണ്ടാവും, ഷാലുവിന്റെ 15 മൊമോസ് ഉണ്ടാവും. 2 മിനിറ്റിനുള്ള ആരാണോ കഴിച്ചുന്നത് അവരായിരിക്കും വിന്നർ. തോക്കുന്ന ആൾക്കാർക്ക് നല്ല പണിഷ്മെന്റ് ഉണ്ടാവും. ഇതില് ലെമൺ മാത്രല്ല ഗൈസ്, ഇതിൽ മൊത്തം ഉപ്പ് തേച്ചിട്ടുണ്ട്. കുറെ നേരമായി ഇതിങ്ങനെ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നല്ല പണി കിട്ടും തോക്കുന്ന ആൾക്കാർക്ക്. കഴിഞ്ഞ കുറെ ചലഞ്ചുകളായിട്ട് ഷാലുവാണ് തോറ്റുകൊണ്ടിരിക്കുന്നത്. ഐക്കസ് ഇതും ഷാലുവിനുള്ള പണിയാണെന്നാ തോന്നുന്നു. കുറെ ചാലഞ്ച് അല്ല ഗൈസ്, ആകെ 2 ചാലഞ്ച് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അത് 2 മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ലെമണും എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് നോക്കിയില്ല ആര്. അപ്പൊ നമുക്ക് 2 മിനിറ്റ്സ് ടൈമർ ആണുള്ളത്. അതിനുള്ളിൽ ഈ 15 മൊമോസിൽ എത്രത്തോളം നമ്മൾ കഴിക്കും എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത്. അപ്പൊ വാശിയേറ പോരാട്ടത്തിലേക്ക് നമുക്ക് കടന്നാലോ. ടൈമർ ഓൺ ചെയ്തിട്ടുണ്ട്. ടൈമർ സ്റ്റോപ്പ് ആയി ഗൈസ്. പറ്റൂല ഗൈസ്, അങ്ങനെ നമ്മുടെ ടൈമർ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അയ്യോ, വിചാരിക്കണമല്ലോ ഇത് കഴിക്കാൻ പറ്റണില്ല. ഈ സോസിനില്ലേ നരി വിട്ടത് നല്ല രീതിയിൽ കൂടി പോയിട്ടുണ്ട്. ടൈമർ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഈ മോമോസ് കഴിക്കാൻ നല്ല പാടുണ്ട് ഗൈസ്. ചട്നിക്കാണെങ്കിൽ നല്ല എരിവുണ്ട്. 1 2 3 4 5 6 7 8 റിയാഗ് ബാക്കിയുണ്ട്. 1 2 3 4 5 6 7 5 പൊന്നെ ഒരൊറ്റ മോമോസിനാണ് ഞാൻ ജയിച്ചിരിക്കണത്. അതെ ഗൈസ്, ഒറ്റ മോമോസിന് കഴിഞ്ഞ 2 ചലഞ്ചിലും ഞാൻ കുറെ തിന്നുമ്പോ ഷാലിന് പാത്രം കുറെ ബാക്കിയുണ്ടാവും. അതൊന്നല്ല, ഈ വീഡിയോയുടെ തുടക്കത്തിൽ ആരോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇവിടെ എക്കിള് വന്ന് അതുകൊണ്ടാണ് ഞാൻ തോറ്റ. ഇനിയിപ്പൊ തോറ്റ ആൾക്കാർക്ക് പിന്നെ എന്ത് വീരവാദം വേണേലും അതെ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞോല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ പണിഷ്മെന്റ് ഇവിടെ റിയാക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട്. ഇന്ന് നമ്മുടെ നല്ല നാരങ്ങയിൽ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന പണിഷ്മെന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ആ കുരുവപ്പടിയാണ് തിന്നത്. കുരു എന്റെ തൊണ്ടേ കൂടി ഞാൻ ട്യൂഷനൊക്കെ പോണ്ടേ. ഓക്കെ, എന്നോട് ഇത് ആരെങ്കിലും ചെത്തിയപ്പോ ഒരാളൊരു കാരം മാറ്റിട്ടുണ്ടായിരുന്നു. 2 നാരങ്ങയും കഴിക്കണോന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ തോക്കൂന്ന് എവിടെയോ എഴുതി വെച്ച പോലെയാണ് സംസാരിച്ചത്. അപ്പൊ എന്തായാലും ഈ 2 നാരങ്ങയും പ്രിയ കഴിക്കണം. 1 പിന്നെ 2 എന്നോട് 2 കഴിക്കണോ? എനിക്ക് അസുഖം വരും. എന്തായാലും ഇതിന്റെ കൂട്ടി ഞാൻ കളഞ്ഞു വെച്ചിട്ടുണ്ട് റിയാക്ക് വേണ്ടി. ജയിച്ച ആൾക്കാർക്ക് സമ്മാനം ഒന്നില്ലേ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് നാരങ്ങ എന്നാ പിന്നെ ഇതും കൂടി കഴിക്കട്ടെ. ഉപ്പിട്. അപ്പൊ എന്തായാലും ഈ സ്ഥിതിക്ക് പണിഷ്മെന്റ് റിയാക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ എന്തായാലും ഈ ഒരു നാരങ്ങയും കൂടി കഴിക്കാൻ വേണ്ടി പോണേണ്. കമ്പിട്ട് ഇപ്പൊ ഞാൻ എനിക്കല്ലേ ഇഷ്ടപ്പെട്ടത്. കഴിച്ചു കഴിച്ചു കഴിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും പണിഷ്മെന്റ് അയച്ചിട്ടുണ്ട്. അപ്പൊ ജയിച്ച എനിക്ക് എന്തെങ്കിലും സമ്മാനം വേണം. നല്ല പുളിയുണ്ട്, നല്ല ടേസ്റ്റ്. എന്തായാലും ഈ വീഡിയോയിൽ ഷാലു എനിക്ക് പണിഷ്മെന്റ് തരാനാണ് നോക്കിയത്. പക്ഷെ എനിക്കിപ്പോ നാരങ്ങ ഉപ്പും ഭയങ്കര ഇഷ്ടമായി. ഇനി ഡെയിലി റിയ 3 നേരം നാരങ്ങ ഉപ്പും കഴിക്കുന്നതായിരിക്കും. അതെ അതെ, കഴിഞ്ഞ വീഡിയോയിൽ ഷാലു വെറുതെ എക്സ്പ്രഷൻ ഇട്ട് മെഴുകിയതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് നാരങ്ങ മാത്രമായിരുന്നു, ഉപ്പുണ്ടായിരുന്നില്ല.
നല്ല ടേസ്റ്റ് ഉണ്ട്. അതെപ്പോഴാണ് ഗൈസ്? അതൊരു 4 മാസം മുന്നെയാണ് നമ്മൾ ലാസ്റ്റ് ചാലഞ്ച് ചെയ്തത്. അതൊന്നും പറഞ്ഞിട്ടില്ല, അത് എക്സ്പ്രഷൻ ഇട്ട് വായിക്കണം. കുഴപ്പമില്ല. കുറച്ച് ഓവറാണല്ലേ, ശ്രദ്ധിക്കൂ. ഓരോരുത്തരുള്ള പോലെ എന്നിട്ട് ഗൈസ് എന്തായാലും ഇപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണതാണ് നല്ലത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.